നാവ് ഒരു ചെറിയ മൃദുവായ മാംസം മാത്രമാണ്. എന്നിട്ടും ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ തകർക്കുന്നതിനും ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ നശിപ്പിക്കുന്നതിനുമുള്ള ഇതിൻ്റെ ശക്തി അപാരമാണ്. എത്ര പ്രയാസകരമായ ജീവിതമാണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും എപ്പോഴും ഉണ്ടാകും. സ്നേഹം അഭിനയിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് പലർക്കും പലരെയും നഷ്ടമാകുന്നത്. കാരണം യഥാർത്ഥ സ്നേഹം മോഷ്ടിക്കാനോ തകർക്കാനോ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. പലതും ക്ഷമിക്കാറുണ്ട്, മറന്നു കളയാറുണ്ട്, പിന്നീട് ഓർക്കാറുമില്ല. പക്ഷേ ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞത് ഇനിയും ഉണ്ടാകില്ല എന്ന് കരുതിയത് തന്നെ വീണ്ടും സംഭവിക്കുമ്പോൾ പഴയത് ഓർക്കുക മാത്രമല്ല, ഇനിയും അവിടെ വിശ്വാസത്തിന് ഇടമില്ലെന്ന് ഉറപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമാപണം നടത്തുന്നത് നല്ലതാണ്. എന്നാൽ അതൊരിക്കലും വിശ്വാസം തകരുമ്പോൾ ആകരുത്. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. എന്നാൽ ഒരിക്കലും വിശ്വാസം തകർക്കരുത്. കാരണം ക്ഷമിക്കാൻ എളുപ്പമാണ്, എന്നാൽ അത് മറക്കാനും വീണ്ടും വിശ്വസിക്കാനും ചിലപ്പോൾ അസാധ്യമാണ്. പഠനങ്ങൾ പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് 10 മിനിറ്റിലധികം സമയം ആ സ്ത്രീയെ ഓർക്കാതെ തുടരാൻ കഴിയില്ല എന്നാണ്. തോറ്റെടുത്ത് നിന്ന് തന്നെ തുടങ്ങണം, തോൽപ്പിച്ചവരുടെ മുന്നിൽ നിന്ന് തന്നെ തുടരണം, മുറിവുണ്ടാക്കിയവരെ മറികടന്ന് വിജയിച്ചു കാണിക്കണം. പരാജയം വിജയത്തിൻ്റെ മറുവശമല്ല, വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ്. പരാജയത്തിലൂടെ വിജയത്തിലേക്ക് കടക്കാനാകൂ. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ എവിടെയും വിജയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. അറിഞ്ഞു ചെയ്യുന്നതെല്ലാം പരാജയത്തെ ഒഴിവാക്കും. ഒരിടത്തും തോൽക്കാത്തവർ ഒന്നും ശ്രമിക്കാത്തവരായിരിക്കും. പിന്തുടർച്ചയില്ലാത്ത പ്രവൃത്തികൾക്കൊന്നും യാതൊരു മൂല്യവും കാണില്ല. നാളെ എന്നത് മടിയന്മാർക്ക് പണിയെടുക്കാൻ മാറ്റിവെച്ച ദിവസമാണ്. എന്തു വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. കണ്ണുകൾ ലക്ഷ്യത്തിൽ ഊന്നുന്നിടത്തോളം നിങ്ങൾ തടസ്സങ്ങൾ കാണില്ല. പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണ് വിജയിക്കാനുള്ള യോഗ്യത നേടുന്നത്. വിജയത്തിനായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു യജമാനനാക്കും. എന്നാൽ സംതൃപ്തിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും. നിങ്ങൾ എന്തു ചെയ്താലും വിമർശിക്കാൻ ആളുകളുണ്ടാകും. എങ്കിൽ മനസ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്?